നമസ്കാരം. പ്രവാസികളെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിലവിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി ലഭിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു. എന്നാൽ ഈ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അമിതവും അപ്രായോഗികമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ അവ തള്ളിക്കളഞ്ഞു. പാകിസ്ഥാൻ വഴിയാണ് സമാധാന പദ്ധതി ഇറാന് കൈമാറിയതെന്ന് പാക് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ അത് ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ സാധ്യമാകൂ എന്നും ഇറാൻ സർക്കാർ വക്താവ് വ്യക്തമാക്കി. സൈനിക നീക്കങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും അവസാനിപ്പിക്കുക, ഭാവിയിൽ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകില്ലെന്നതിന് കൃത്യമായ ഉറപ്പുകൾ നൽകുക, യുദ്ധം മൂലം ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പണം നൽകുക, ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുവദിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഇറാൻ നിശ്ചയിക്കുന്ന സമയത്ത് മാത്രമേ സമാധാന ചർച്ചകൾ പൂർത്തിയാകുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ജർമ്മനിയിൽ വൻ പരിഷ്കാരങ്ങൾക്കൊരുങ്ങി മെർസ് സർക്കാർ. നികുതി, പെൻഷൻ, ആരോഗ്യമേഖല എന്നിവയിലാണ് വൻ മാറ്റങ്ങൾ വരുത്തുന്നത്. അടുത്തിടെ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികൾ പിന്നാലെ ജർമ്മനിയിലെ ഭരണസഖ്യമായ CDU SPD കക്ഷികൾ രാജ്യത്ത് വലിയ തോതിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. സാമ്പത്തിക മാന്ദ്യം മറികടക്കാനും തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്താനുമാണ് ഈ സ്പ്രിംഗ് റിഫോം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ജൂൺ അവസാനത്തോടെ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്താനാണ് ഒരുങ്ങുന്നത്. പ്രധാന മാറ്റങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നികുതി പരിഷ്കാരമാണ് ഒന്ന്. കുറഞ്ഞ വരുമാനക്കാർക്കും ഇടത്തരക്കാർക്കും നികുതി ഇളവ് നൽകിക്കൊണ്ട് ആശ്വാസമായി പ്രതിമാസം 3000 യൂറോ വരുമാനമുള്ളവർക്ക് വർഷത്തിൽ 300 മുതൽ 400 യൂറോ വരെ ലാഭിക്കാം. അതേസമയം ഉയർന്ന നികുതി സ്ലാബ്, അതായത് ടോപ്പ് ടാക്സ് റേറ്റ് നിലവിലെ 68,000 യൂറോയിൽ നിന്ന് 80,000 യൂറോ ആയി ഉയർത്താൻ CDU പാർട്ടി നിർദ്ദേശിക്കുന്നു. എന്നാൽ സാലറി കൂടുമ്പോൾ നികുതി 49% ഉയർത്തണമെന്നാണ് SPD ആവശ്യപ്പെടുന്നത്. നികുതി ഇളവുകൾക്ക് പണം കണ്ടെത്താനായി വാറ്റ് 19% നിന്ന് 21% ഉയർത്താൻ ആലോചനയുണ്ട്. അതേസമയം പച്ചക്കറി, പാൽ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ നികുതി 7% നിന്ന് 4% കുറച്ചേക്കും. വിവാഹിതർക്ക് നൽകുന്ന നികുതി ആനുകൂല്യം, അതായത് ഏകാറ്റൻ സ്പ്ലിറ്റിംഗ് നിർത്തലാക്കും. പെൻഷൻ മേഖലയിലേക്ക് നോക്കിയാൽ രാജ്യത്തെ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് CDU ആവശ്യപ്പെടുന്നു. എന്നാൽ കൂടുതൽ വിദേശ തൊഴിലാളികളെ, അതായത് സ്കിൽഡ് ഇമിഗ്രേഷൻ കൊണ്ടുവന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് SPD-യുടെ താല്പര്യം. ഇനി ആരോഗ്യ ഇൻഷുറൻസിലേക്ക് കടന്നാൽ പങ്കാളിക്ക് സൗജന്യമായി ലഭിച്ചിരുന്ന ഇൻഷുറൻസ് പരിരക്ഷ, അതായത് സ്പൗസൽ ഇൻഷുറൻസ് നിർത്തലാക്കിയേക്കും. അതേസമയം ഉയർന്ന വരുമാനമുള്ളവർ ചികിത്സാ സഹായങ്ങൾക്കായി കൂടുതൽ പണം, അതായത് കോ പേയ്മെന്റ് ആയി നൽകേണ്ടി വരും. ഇനി തൊഴിൽ മേഖല നോക്കിയാൽ വർക്ക് ഫോഴ്സ്, മിനി ജോബ്സ്, ഇതിന്റെ കാര്യത്തിലേക്ക് കടന്നാൽ 603 യൂറോ വരെയുള്ള നികുതിരഹിത വരുമാന പരിധി ഇനി പെൻഷൻകാർക്കും വിദ്യാർത്ഥികൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയേക്കും. മറ്റുള്ളവർ മുഴുവൻ സമയ ജോലികളിലേക്ക് മാറാൻ നിർബന്ധിതരാകും. തൊഴിലില്ലായ്മ വേതനത്തിലേക്ക് കടന്നാൽ ബുർഗർഗൾഡ് എന്നത് നോയെ ഗ്രൂണ്ട്സിഷറുങ് എന്ന് പുനർനാമകരണം ചെയ്യും. ജോലി കണ്ടെത്താൻ കൂടുതൽ കർശനമായ നിബന്ധനകൾ കൊണ്ടുവരികയും ചെയ്യും. സാമ്പത്തിക ലാഭത്തിനായി പൊതു അവധി നിർത്തലാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് വലിയ ജനരോഷത്തിന് കാരണമാകാൻ ഇടയുണ്ട്. പൗരത്വത്തിന്റെ കാര്യം നോക്കിയാൽ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള താമസ കാലാവധി 5 വർഷത്തിൽ നിന്ന് 8 വർഷമായി വീണ്ടും ഉയർത്തണമെന്നാണ് CDU ആവശ്യപ്പെടുന്നത്. അതേസമയം ഉപചാൻസലർ ലാർസ് ക്ലിംഗ്ബെയിൽ പ്രഖ്യാപിച്ച പുതിയ പരിഷ്കാരങ്ങളുടെ സംഗ്രഹം നോക്കിയാൽ 2029 ഏകദേശം 150 ബില്യൺ യൂറോ ലാഭിക്കുക എന്നതാണ് ലക്ഷ്യം. പുതിയ പ്രധാന നിർദ്ദേശങ്ങൾ നികുതി പരിഷ്കാരം, ഏകാറ്റൻ സ്പ്ലിറ്റിംഗ്, ദമ്പതികൾക്ക് നൽകുന്ന നികുതി ആനുകൂല്യം, പുതിയ വിഭാഗങ്ങൾക്കായുള്ള ഏകാറ്റൻ സ്പ്ലിറ്റിംഗ് നിർത്തലാക്കുമെന്നാണ് പറഞ്ഞത്. അതേസമയം സ്ത്രീകൾ കൂടുതൽ സമയം ജോലി ചെയ്യാൻ ഇത് പ്രേരിപ്പിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ആദായ നികുതി ഇനത്തിൽ 95% ജീവനക്കാർക്കും നികുതി ഇളവ് നൽകും. വർഷത്തിൽ 100 കണക്കിന് യൂറോയുടെ ലാഭമാവും ഇതിൽ നിന്നും ഉണ്ടാകുക. ഇതിന് പണം കണ്ടെത്താൻ അതിസമ്പന്നരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കും. ഡിജിറ്റൽ ടാക്സ് അഥവാ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ഡിജിറ്റൽ ടാക്സ് ഏർപ്പെടുത്തും. ജോലിയും വിരമിക്കലും എന്ന ആശയത്തിൽ പാർട്ട് ടൈം കുറച്ചുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഭാവിയിൽ ഉണ്ടാവുക. നേരത്തെയുള്ള വിരമിക്കൽ, അതായത് ഏർലി റിട്ടയർമെന്റ് നിർത്തലാക്കും. എത്ര വർഷം ജോലി ചെയ്തു എന്നതിനനുസരിച്ച് വിരമിക്കൽ പ്രായം നിശ്ചയിക്കും.
ഉദാഹരണത്തിന് വൈകി ജോലി തുടങ്ങുന്നവർ കൂടുതൽ കാലം ജോലി ചെയ്യേണ്ടി വരും. നിർബന്ധിത പെൻഷൻ കമ്പനികൾ വഴി നടപ്പിലാക്കുന്ന ബാധ്യതാപരമായ പെൻഷൻ പദ്ധതി, അതായത് മാൻഡേറ്ററി ഓക്കുപേഷണൽ പെൻഷൻ കൊണ്ടുവരും. വർദ്ധിച്ചു വരുന്ന വാടക നിയന്ത്രിക്കാൻ സർക്കാർ നേരിട്ട് വീടുകൾ നിർമ്മിക്കും. ഇതിനായി ഒരു സർക്കാർ ഭവന നിർമ്മാണ കമ്പനി തന്നെ രൂപീകരിക്കും. ബിസിനസ് രംഗത്തിലേക്ക് കടന്നാൽ പുതിയ ബിസിനസ് മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് കൂടുതൽ കാലയളവുള്ള താൽക്കാലിക കരാറുകളിൽ, അതായത് എക്സ്റ്റൻഡഡ് ടേം കോൺട്രാക്ട്സ് വഴി തൊഴിലാളികളെ നിയമിക്കാൻ അനുവാദം നൽകും. നിയമലംഘനം നടത്തുന്ന കഠിനമായ ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ ഭരണക്രമം, അതായത് ബ്യൂറോക്രസി ലഘൂകരിക്കും. ഫ്രീഡ്രിഷ് മെർസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ പരിഷ്കാരങ്ങളിലൂടെ ജർമ്മനിയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സഖ്യകക്ഷികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ സമവായത്തിൽ എത്തിച്ചുകൊണ്ട് നടപ്പിലാക്കുമെന്നാണ് അറിയുന്നത്. എന്നാൽ ജർമ്മനിയിൽ വരാനിരിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ പ്രവാസികളെ, അതായത് എക്സ്പാറ്റിനെ എങ്ങനെയാണ് ബാധിക്കുമെന്ന് നോക്കിയാൽ പ്രധാനമായും സാമ്പത്തികം, കുടുംബം, പൗരത്വം എന്നീ മേഖലകളിലാണ് ഇതിന്റെ ആഘാതം ഉണ്ടാവുക. സാമ്പത്തിക ആഘാതമായി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ സാമ്പത്തിക ഇളവ് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ വരുമാനമുള്ള പ്രവാസികൾക്ക് പ്രതിമാസം 3000 യൂറോ വരെ ഉള്ളവർക്ക് വർഷത്തിൽ 300 മുതൽ 400 യൂറോ വരെ നികുതിയിൽ നിന്ന് ലാഭമുണ്ടാക്കാം. ഇത് കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ ചെറിയ വർധനവും ഉണ്ടാക്കും. വാറ്റ് നികുതിയെ പറ്റി പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ സേവനങ്ങൾക്കും സാധനങ്ങൾക്കും, അതായത് ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, ഹോട്ടൽ തുടങ്ങിയവയ്ക്ക് വില കൂടും. വാറ്റ് 19% നിന്ന് 20% ആകുന്നതോടെ ജീവിത ചെലവും വർദ്ധിക്കും. ഈ ഏകാറ്റൻ സ്പ്ലിറ്റിംഗ് വിവാഹിതരായ പ്രവാസികൾക്ക് നിലവിൽ ലഭിക്കുന്ന നികുതി ആനുകൂല്യം ടാക്സ് ക്ലാസ് ആയ 3 അല്ലെങ്കിൽ 5 നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. ഇത് ദമ്പതികളിൽ ഒരാൾക്ക് മാത്രം വലിയ വരുമാനമുള്ള കുടുംബങ്ങളുടെ നികുതി ബാധ്യതയായി കണക്കാക്കും. കുടുംബവും ഇൻഷുറൻസും നോക്കിയാൽ സൗജന്യ ഇൻഷുറൻസ് നിലവിൽ ജോലിയില്ലാത്ത പങ്കാളിക്ക്, അതായത് സ്പൗസിന് ലഭിക്കുന്ന സൗജന്യ ഇൻഷുറൻസ്, ഫാമിലി ഇൻഷുറൻസ് നിർത്തലാക്കിയേക്കും. ഇത് നടപ്പിലായാൽ പങ്കാളിക്ക് വേണ്ടി പ്രത്യേകം പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാകും. ചികിത്സാ ചെലവുകളെ പറ്റി പറഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കൂടാനോ അല്ലെങ്കിൽ ദന്ത ചികിത്സ പോലെയുള്ള ചില സേവനങ്ങൾക്ക് കൂടുതൽ കോ പേയ്മെന്റ് നൽകാനോ സാധ്യതയുണ്ട്. പൗരത്വവും താമസവും, അതായത് സിറ്റിസൺഷിപ്പ് ആൻഡ് മൈഗ്രേഷൻ ഘടകങ്ങൾ നോക്കിയാൽ പൗരത്വ നിയമം 2024 പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള കാലാവധി 5 വർഷമായി നിജപ്പെടുത്തിയെങ്കിലും പുതിയ നിർദ്ദേശപ്രകാരം ഇത് 8 വർഷമായി ഉയർത്താൻ CDU സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇത് പൗരത്വം കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായി മാറിയേക്കാം. മിനി ജോബിനെ പറ്റി പറഞ്ഞാൽ പാർട്ട് ടൈമായി മിനി ജോബ് ചെയ്യുന്ന പ്രവാസികൾക്ക് ഇനി മുതൽ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ കൂടുതലായി നൽകേണ്ടി വരും. ഇത് കയ്യിൽ കിട്ടുന്ന തുക കുറയാൻ കാരണമാകും. സ്കിൽഡ് ഇമിഗ്രേഷൻ, അതായത് വിദഗ്ധരായ തൊഴിലാളികളെ ജർമ്മനിയിലേക്ക് ആകർഷിക്കാൻ SPD കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ CDUവിന്റെ നിലപാട് വിദേശികളെ കൊണ്ടുവരുന്നതിനേക്കാൾ രാജ്യത്തുള്ള പെൻഷൻ പ്രായം കൂട്ടുന്നതിനാണ് ശ്രമിക്കുന്നത്. ഇത് ഭാവിയിലെ വിസ നടപടികളെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ നികുതി ഇളവ് വഴി ശമ്പളത്തിൽ ചെറിയ വർധനവ് പ്രതീക്ഷിക്കാമെങ്കിലും ഇൻഷുറൻസ് പരിഷ്കാരങ്ങളും വാറ്റ് വർധനയും ജീവിത ചെലവ് കൂട്ടാൻ സാധ്യതയേറെയാണ്. പൗരത്വ നിയമത്തിലെ കാര്യങ്ങളാണ് പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. അതായത് നിലവിലുള്ള 5 വർഷം എന്നുള്ളത് 8 വർഷമാക്കി കൂട്ടിയേക്കാൻ സാധ്യതയുണ്ട്. ജർമ്മനിയിലെ സാർലാൻഡിൽ ട്രെയിനിൽ കത്തിയാക്രമണത്തിൽ 18-കാരിക്ക് പരിക്കേറ്റു. 21-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. സാർലാൻഡിലെ സുൾസ്ബാഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ട്രെയിനുള്ളിൽ യുവതിക്ക് നേരെ ആക്രമണം നടന്നത്. വിക്സ് റീജിയണൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് കത്തിയാക്രമണം ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ 18 വയസ്സുകാരിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ യുവതിക്ക് പരിക്ക് ജീവന് ഭീഷണിയല്ലെന്നും പോലീസ് അറിയിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 21 വയസ്സുകാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന്റെ കാരണങ്ങൾ വ്യക്തമല്ല. കുട്ടികൾക്കിടയിലെ സ്മാർട്ട് ഫോൺ ഉപയോഗവും സോഷ്യൽ മീഡിയ അടിമത്തവും കുറയ്ക്കുന്നതിനായി 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താനൊരുങ്ങി ബ്രിട്ടീഷ് സർക്കാർ. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ നൂറുകണക്കിന് കൗമാരക്കാരെ ഉൾപ്പെടുത്തി വിപുലമായ പരീക്ഷണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും ജനപ്രിയനായ ലോക നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US ആസ്ഥാനമായുള്ള ഡാറ്റ അനലിറ്റിക്സ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ടന്റ് നടത്തിയ സമീപകാല ആഗോള സർവേ അനുസരിച്ചാണ് മോദി ഏറ്റവും ജനപ്രിയമുള്ള നേതാവായി മാറിയത്. 2026 മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെ ട്രാക്ക് ചെയ്ത ഈ സർവേയിൽ മറ്റ് ലോക നേതാക്കളെ മറികടന്ന് പ്രധാനമന്ത്രി മുന്നിലെത്തി. റിപ്പോർട്ട് അനുസരിച്ച് മോദിക്ക് 68% അംഗീകാര നിരക്ക് ലഭിച്ചു. ഇത് സർവേ നടത്തിയ എല്ലാ നേതാക്കളിലും വെച്ച് ഏറ്റവും ഉയർന്നതാണ്. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ 62
62% അംഗീകാര നിരക്കോടെ രണ്ടാം സ്ഥാനം നേടി. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് 62%മായി മൂന്നാം സ്ഥാനത്തുണ്ട്. ആൻഡ്രേ ബാബീസ് ചെക്ക് റിപ്പബ്ലിക്കിന് 57%, ജാവിയർ മിലൈൻ അർജന്റീന 56%, സനാസ് കച്ചി ജപ്പാൻ 56%, മാക്കാർണി കാനഡ 55% നേടിയാണ് മുന്നിലെത്തിയിരിക്കുന്നത്. ഇറാനിലെ സമീപകാല യുദ്ധത്തെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാര നിരക്ക് 39%. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ 24%, ജർമ്മനിയുടെ ഫെഡറിക് മെർസ് 20% നേടിയിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഏറ്റവും താഴ്ന്ന നിലയിലാണ്, വെറും 17%. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.